തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടേക്കോടുള്ള ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ ഖരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ മാലിന്യ സംസ്കരണം ഒരു പ്രശ്നമായി അവശേഷിക്കും. റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും, വൈദ്യുതികൾ എത്തിക്കാൻ സാധിക്കും, കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നത് പലപ്പോഴും വളരെ പ്രയാസത്തിലാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച് പറയാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ അത് കൂനകളായി ഉയർന്ന് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന മാലിന്യ കൂനകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി പലതവണ കൗൺസിൽ യോഗം ചെയ്യുകയും വേട്ടേക്കോടുന്ന ആളുകളില്ലാത്ത ഇവിടെ ഒന്നും വീടുകളില്ലാത്തൊരു സ്ഥലം ഈ വേട്ടേക്കോടായിരുന്നു. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ട്രെഞ്ചിങ് ഗ്രൗണ്ടൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ മാലിന്യ സംസ്കരണം അത് പുതിയ ഭരണസമിതി മാറിയപ്പോൾ അതിൽ നിന്ന് വളം ഉണ്ടാക്കാനുള്ള ഒരുപാട് പരിശ്രമം നടത്തി. പക്ഷെ അപ്പോഴും ആളുകൾക്ക് പ്രയാസം. അപ്പോഴാണ് എന്നാൽ മാലിന്യം മെല്ലെ നിർത്തി അതിൻ്റെ മുകളിൽ മണ്ണിടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ പക്ഷികൾ, കാക്കകൾ, മരുന്നുകൾക്ക് എടുത്തു കൊണ്ടുപോയി മറ്റു കിണറുകളൊക്കെ നിക്ഷേപിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം. അതുകൊണ്ടാണ് മണ്ണ് മൂടാൻ വേണ്ടി തീരുമാനിക്കുന്നത്. പിന്നെ അത് കാണൂലല്ലോ. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇതിനടിയിൽ വലിയ മാലിന്യ കൂമ്പാരമാണ്. അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ബയോ മൈനിംഗ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത്. 1.10 ഏക്കർ ഭൂമിയിൽ നിന്ന് 20,902 മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത്. 2 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുക. 1 മാസത്തിനുള്ളിൽ വേട്ടേക്കോട് നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും. 2.75 കോടിയാണ് ഇതിന് ചെലവ് വരുന്നത്. മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വേട്ടേക്കോട് എത്തിച്ചിരുന്നു. കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഖരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ VM സുബൈദ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VP ഫിറോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി, യാഷിഖ് മേച്ചേരി, NK ഖൈറുന്നീസ, LC ടീച്ചർ, വാർഡ് കൌൺസിലർ ബേബി കുമാരി, മുനിസിപ്പൽ സെക്രട്ടറി P സതീഷ് കുമാർ, ബയോ മൈനിംഗ് പദ്ധതി നിർവഹണത്തിനുള്ള ജില്ലാ മോണിറ്ററിംഗ് ചെയർമാനും LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ CR മുരളീകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർമാൻ വലാഞ്ചിറ മുഹമ്മദ് അലി, മഞ്ചേരി അഗ്നിരക്ഷാ നിലയം മേധാവി PV സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.